ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ കാണുന്നൊന്നുമല്ല അവരുടെ മുഖം. അവരൊരു മാരക കൊടിയ വിഷം. എന്ത് ചെയ്യാനും ആ സ്ത്രീ മടിക്കില്ല. ആ നീ വാടാ, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. വാടാ. അതൊക്കെ ചെയ്താ വെറുതെ നമ്മൾ ഒറ്റപ്പെടും. എന്തായാലും പ്രതാപേട്ടൻ ആ പ്രശ്നം മാന്യമായി പരിഹരിച്ചില്ലേ? ഇല്ല ചെറിയമ്മ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കള്ളൻ കപ്പലിലുള്ള സ്ഥിതിക്ക് ആ കള്ളനെ കണ്ടെത്തണമെന്ന് തന്നെയാ എന്റെ ഒരു പക്ഷം. നേരം വൈകി, ഞാൻ ബാങ്കിലേക്ക് പോട്ടെ. ക്യാഷ് എടുത്ത് അവർക്ക് കൊടുക്കണം. പാവം, എത്ര നല്ല ചെറുപ്പക്കാരന്. അവനെ ആ കള്ളനാക്കാൻ നോക്കുന്നത്. ആ ദിവ്യയെ കല്യാണം കഴിച്ചതോടെ ആ ചെറുക്കനൊന്ന് നന്നായി എന്നാ ഞാൻ കരുതിയത്. എവിടെ? ആ പെണ്ണിനെ ഇവൻ കൊല്ലുന്നുണ്ട് പേടി. എന്താ നിനക്ക് എന്തു പറ്റിയടാ? നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല സാർ. അച്ഛനോട് നീ നുണ പറയണ്ട. നിന്റെ മുഖം മാടിക്കണ്ട, എനിക്കറിയില്ലേ. എന്താ ഉണ്ടായെന്ന് പറഞ്ഞാ മതി. പറയ്, എന്താ ഉണ്ടായേ? നീ എന്തിനെങ്കിലും വിഷമിക്കണേ? അച്ഛാ, ഇന്നും വർമ്മ സാറിന്റെ വീട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. 10 ലക്ഷം രൂപയുടെ ഒരു മോഷണം. മോഷണോ? ആ പൈസ സൂക്ഷിച്ച ആളെന്നെ ഉത്തരം പറയേണ്ടി വരും. സൂക്ഷിച്ച ആള് തന്നെ അത് അടിച്ചു മാറ്റി കാണും. കാശെടുത്തതേ രാജു തന്നെ ആയിരിക്കും. എന്തൊക്കെയാടാ വീട്ടിൽ നടക്കണേ? അച്ഛാ, വർമ്മ സാറിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിന്ന് പോലീസ് ലോക്കപ്പിലാവുമായിരുന്നു. സംശയമുണ്ടോ? ഇത് നിന്നെ കൊടുക്കാൻ വേണ്ടി ആ അംബിക മാഡവും അവരുടെ തലതെറിച്ച സന്തതിയും കൂടി ചെയ്തതാ. അതുറപ്പാ. അതെ അച്ഛാ, അവര് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലാവാൻ ചെയ്തിട്ടുണ്ട്. എടാ, ആ സ്ത്രീയുടെയും അവരുടെ മകന്റെയും കണ്ണിലെ കരടാ നീ. അതൊന്ന് പുറത്തു കളയാൻ അതിനുള്ള വേലകളാ അവരീ ചെയ്യുന്നതൊക്കെ. അച്ഛാ, ഞാൻ സാറിന് മുമ്പിൽ നിന്ന് ആകെ വിഷമിച്ചു പോയച്ചാ. എടാ, നീ 10 ലക്ഷമല്ല 100 കോടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞാലും നിന്നെ വർമ്മ സാർ ഒരിക്കലും അവിശ്വസിക്കില്ല. അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ട്. ആ 10 ലക്ഷം രൂപ അംബിക മാഡവും ദീപക്കും കൂടി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് സാറിനെ ഏൽപ്പിക്കണം. അതൊന്നും കിട്ടാൻ പോണില്ല. കാരണം ആ സ്ത്രീ അവരുടെ മകനും നിസാര കക്ഷികളൊന്നുമല്ല. അവര് നിന്റെ നേരെ എത്ര ചെളി വാരി എറിഞ്ഞാലും വർമ്മ സാറ് നിന്നെ അവിശ്വസിക്കില്ല. കാരണം പേരും പെരുമയുള്ള സൂര്യമംഗലം കൊട്ടാരത്തിൽ നിന്ന വർമ്മ സാറ് ജീവിതം പഠിച്ചത്. ആ തറവാടിത്തവും ഗുണവും
വർമ്മ സാറിന് മരണം വരെ ഉണ്ടാവും. സൂര്യമംഗലം കൊട്ടാരോ? ആ, അതെവിടെയാ? എടാ, അതൊരു വലിയ ചരിത്രമാണ്. അത് നീ വഴി അറിയുന്നതാണ് നല്ലത്. പക്ഷേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിന്നോട് പറയുക. ആ അംബിക മാഡത്തെ നീ സൂക്ഷിക്കണം. ആ കാണുന്നൊന്നുമല്ല അവരുടെ മുഖം. അവരൊരു മാരക കൊടിയ വിഷം. എന്ത് ചെയ്യാനും ആ സ്ത്രീ മടിക്കില്ല. ആ, നീ വാടാ, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. വാടാ. ഡാഷ്, വണ്ടി ഒന്ന് നിർത്തിക്ക്. ആ, നിർത്ത. ആ, എടോ സ്റ്റീഫ, പ്രതാപ, പ്രോട്ടോകോൾ ലംഘനം. താനിപ്പോ മന്ത്രിയല്ലേ? മന്ത്രി എന്താ മനുഷ്യനല്ലേ സ്റ്റീഫ? നീ എന്റെ കോളേജ് കാലത്തെ പ്രിയ കൂട്ടുകാരനല്ലേ? നിന്നെ കണ്ട എനിക്ക് കാർ നിർത്താതിരിക്കാൻ പറ്റുമോ? അല്ല, വണ്ടിക്ക് എന്താ പറ്റിയേ? എന്തോ പണിയായതാ. സാറേ, ഇനി വന്നേ, ഈ വണ്ടി നോക്കണം. ശരി സാറേ. താനിക്കോ. എത്ര കാലമായിട്ടോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഞാൻ പലപ്പോഴും നിന്നെ ഓർക്കാറുണ്ട്. പക്ഷേ എവിടെയാണെന്ന് അറിയില്ലല്ലോ. നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും നീ എന്നെ അന്വേഷിച്ചു വന്നില്ല. നീ ഞാനും സഹപാഠികളായിരുന്നെങ്കിലും രണ്ടാളും രണ്ട് മേഖലയിൽ ജീവിക്കുന്നവരാ. നീ ഈ നാടിന്റെ പൊതുസ്വത്താ. ഒത്തിരി ഉത്തരവാദിത്വങ്ങളുള്ള ഒരു മിനിസ്റ്റർ. ഞാൻ സാധാരണ ഒരു പൗരൻ. എനിക്ക് നിന്നെ എവിടെയും കാണാൻ കഴിയും. പക്ഷേ കണ്ടുമുട്ടുന്നതിൽ ചില പരിമിതികളുണ്ട്, അല്ലേ? ആ, അതും ശരിയാ. എടോ, തന്റെ വണ്ടി ഇപ്പൊ ശരിയായി കിട്ടും. എന്റെ ഡ്രൈവർ ഒരു മെക്കാനിക് കൂടിയാ, കേട്ടോ. മന്ത്രിയുടെ ഡ്രൈവർ എന്ന് വെച്ചാ സർക്കാർ എംപ്ലോയി അല്ലേ? അതിനത് സ്റ്റേറ്റ് കാറൊന്നും അല്ലല്ലോ. ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഇറങ്ങിയതാ. ഇതെന്റെ സ്വന്തം ഡ്രൈവറാ. പിന്നെ എന്തൊക്കെ സ്റ്റീഫാ വിശേഷങ്ങൾ? ആ, സുഖമായിരിക്കുന്നുള്ളൂ.